സർവകലാശാല എന്നത് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. അവിടെ ദൈനംദിന ഭരണം നടത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സിൻഡിക്കേറ്റുണ്ട്. സിൻഡിക്കേറ്റിനെ സഹായിക്കുന്നതിന് വേണ്ടി വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഘടനയെന്ന് പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ ആ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. സർവകലാശാല ചട്ടങ്ങൾക്ക് എതിരായാണ് ഈ നടപടി. രജിസ്ട്രാർ നിയമിക്കുന്നത് സിൻഡിക്കേറ്റാണ്. അച്ചടക്ക നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള അധികാരവും സിൻഡിക്കേറ്റിനുള്ളതാണ്. 10 ദിവസത്തിൽ കൂടുതൽ ലീവ് അനുവദിക്കുവാനുള്ള അധികാരം പോലും വൈസ് ചാൻസലർക്കില്ല എന്നുള്ളത് നിയമത്തിൽ പറയുന്ന കാര്യമാണ്. സർവകലാശാല ചട്ടം 10(13) അനുസരിച്ച് ആണ് വി സിയുടെ നടപടി എന്ന് പറയുന്നത്. എന്നാൽ ചട്ടം 10(14) വി സിയുടെ അധികാരം നിർവചിക്കുന്നുണ്ട്. അസിസ്റ്റൻ്റ് രജിസ്ട്രാർ വരെ മാത്രമേ നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള അധികാരം വി സിക്കുള്ളൂ. മറ്റൊരു കാര്യം, ഗവർണർ വേദിയിലിരിക്കെ പരിപാടി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നൽകിയെന്നാണ് മറ്റൊരു ആരോപണമായി വന്നിരിക്കുന്നത്. ഇതും ശരിയായുള്ള കാര്യമല്ല. അതിനും എത്രയോ മുമ്പ് പരിപാടി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് രജിസ്ട്രാർ ഇറക്കുകയുണ്ടായി. സംഘാടകരുടെ സെക്രട്ടറി എന്നാൽ ഈ ഉത്തരവ് കൈപ്പറ്റുന്നതിന് വേണ്ടി അവർ വിസമ്മതിച്ചു. തുടർന്നാണ് ഇമെയിൽ ചെയ്യുകയായത്. സംഭവ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടെന്നറിഞ്ഞിട്ടും ഗവർണർ ചടങ്ങിൽ പങ്കെടുത്തു. പരമാവധി സംഘർഷാവസ്ഥ കേരളത്തിൽ ഇത്തരം കാര്യങ്ങളുടെ പേരിൽ നടക്കട്ടെ എന്നുള്ള നിലപാടാണ് ഗവർണർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ആരോപണം, ഭാരതാംബയെ രജിസ്ട്രാർ മാനിച്ചില്ല എന്നാണ് മറ്റൊരു ആരോപണമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ആരാണ് ഈ ഭാരതാംബ? കാവിക്കൊടി ഏന്തിയ ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു വനിത. ഇന്ത്യൻ ഭരണഘടനയിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഒന്നും പറയുന്നില്ല. ഒരു പഞ്ചായത്തിൽ പോലും പാസ്സാക്കിയിട്ടുള്ള കാര്യമല്ല ഇത്. ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ത്യൻ അതിർത്തികളെ മാനിക്കാതെ ഭരണഘടന പറയാത്ത ഒന്നിനെയും നാം അംഗീകരിക്കേണ്ട കാര്യമില്ല. ഗവർണർ രജിസ്ട്രാറോട് അനാദരവ് കാണിച്ചെന്നാണ് മറ്റൊരു ആരോപണം. യഥാർത്ഥത്തിൽ ഗവർണർ സർവകലാശാല ചട്ടങ്ങളോട് അനാദരവ് കാണിക്കുകയാണ് ഉണ്ടായത്. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ സ്ഥിരം നിയമം ലംഘിക്കുന്നു എന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. ചട്ടലംഘനം നടത്തിയതിനാൽ പരിപാടി റദ്ദാക്കി എന്നറിഞ്ഞിട്ടും പരിപാടിയിൽ പങ്കെടുത്ത ഗവർണറാണ് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം നടത്തിയിരിക്കുന്നത്. വൈസ് ചാൻസലർ ആ പദവിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം. ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെ വൈസ് ചാൻസലർ പ്രവർത്തിക്കരുത്. ഇത് കേരളമാണ്. അങ്ങനെയുള്ള ഒരു ചട്ടമ്പിത്തരവും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറല്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്.